ബാലതാരമായി സിനിമയിൽ അഭിനയിച്ച പ്രണവ് മോഹൻലാലിന് പുനർജനി എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിരുന്നു. സിനിമയോട് അത്ര താല്പര്യം കാണിക്കാതെ ഇരുന്ന പ്രണവ് നായകനായി അരങ്ങേറ്റം നടത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ചിത്രത്തിലൂടെ നായകനായെത്തി ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു താരപുത്രൻ കാഴ്ചവെച്ചത്. രണ്ടാമതൊരു സിനിമ പ്രണവിൻ്റേതായി വരുമോ എന്ന് കാത്തിരുന്ന ആരാധകർക്കായി മറ്റൊരു സിനിമയിൽ കൂടി പ്രണവ് അഭിനയിച്ചിരുന്നു. അരുൺ ഗോപി തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത 21ാം നൂറ്റാണ്ടിലൂടെയായിരുന്നു പ്രണവ് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ഈ ചിത്രം ഇക്കഴിഞ്ഞ ജനുവരി 25-നായിരുന്നു റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിന് മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. മാത്രമല്ല, സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കഴിയാതെ തിയേറ്ററുകളിൽ പൂർണ്ണ പരാജയമായിരുന്നു ചിത്രം. ഇപ്പോഴിതാ പ്രണവ് നായകനാവുന്ന മറ്റൊരു സിനിമ കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. നിരവധി സംവിധായകർ പ്രണവിനെ സമീപിച്ചിരിക്കുകയാണെന്നും താരപുത്രൻ ഏത് സിനിമയാണ് തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. പ്രണവിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. നിലവിൽ മോഹൻലാലിനൊപ്പം കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയിലാണ് പ്രണവ് അഭിനയിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ ചെറുപ്പകാലമാണ് പ്രണവ് അവതരിപ്പിക്കുന്നത്.